റഹീസ, മലപ്പുറം ജില്ലയ്ക്ക് 3 മന്ത്രി എന്ന തീരുമാനമാണ് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ PK ബഷീർ മന്ത്രിയാണ്. ഇവിടെ തെക്കൻ കേരളത്തിലേക്ക് വരികയാണ് എങ്കിൽ അബ്ദുൽ ഗഫൂർ കൂടി മന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഈ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്? മധു, അവസാന നിമിഷം ഒരേ ഒരു കാര്യം മാത്രമാണ് മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പട്ടികയിൽ മാറ്റം വന്നത്. ആദ്യം മുതൽ ഇന്നലെ വരെ ചർച്ചകളിലുണ്ടായിരുന്ന ഏറനാട് MLA PK ബഷീർ മന്ത്രി പദവിയിലേക്ക് വരുന്നു എന്നതാണ്. ഇന്നലെ അവസാന നിമിഷ പട്ടികയിൽ PK ബഷീറിന്റെ പേരില്ലായിരുന്നു. അതുമാത്രമാണ് മാറ്റമുള്ളത്. മലപ്പുറം ജില്ലയ്ക്ക് 3 മന്ത്രിമാരായിരിക്കും VD സതീശൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനുണ്ടാവുക. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം MLA ആണ്. വേങ്ങര MLA KM ഷാജിയാണ്. മറ്റൊന്ന് ഏറനാട് MLA ആയ PK ബഷീർ. ഈ 3 പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ലീഗിനെ പ്രതിനിധീകരിക്കുക. മറ്റൊന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് മണ്ണാർക്കാട് MLA ആയ N ഷംസുദ്ദീനും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിൽ ഉണ്ടാകും. അവസാന മന്ത്രി പദം മുസ്ലിം ലീഗിന്റെ 5ാമത്തെ മന്ത്രിപദം കൊടുത്തത് എറണാകുളം ജില്ലയ്ക്കാണ്. കളമശ്ശേരി MLA ആയ VE അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അത് അബ്ദുൽ ഗഫൂറിനെ സംബന്ധിച്ച് നിയമസഭയിൽ ആദ്യമായാണ് MLA തെക്കൻ കേരളത്തിൽ നിന്നുള്ള പരിഗണന എന്നതിനൊപ്പം ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്, പാണക്കാട് കുടുംബത്തിന് ഏറെ പ്രിയങ്കരനാണ് എന്നതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അത് ഉറപ്പായും തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു പരിഗണന. ലീഗിന്റെ പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ മുഖമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ എന്നതിനൊക്കെ അപ്പുറം P രാജീവ് എന്ന CPM അടുത്ത നെക്സ്റ്റ് ജനറേഷനിൽ ഒരുപക്ഷെ ഏറ്റവും മുഖമായി കണ്ട് വളർത്തിക്കൊണ്ടുവന്നിരുന്ന P രാജീവ് എന്ന ഒരാളെ തോൽപ്പിക്കാൻ പറ്റിയ ഒരാളെന്ന നിലയിൽ കൂടിയാണ് അബ്ദുൽ ഗഫൂറിന്റെ പേരിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയത്. ഒപ്പം തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ലീഗിന് കുറച്ചുകൂടി വേരോട്ടം വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് രാജ്യസഭയിലേക്ക് ഹാരിസ് ബീരാനെ മത്സരിപ്പിച്ച സമയത്തുണ്ടായ ഉണർവ്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹാരിസ് ബീരാന്റെ പിതാവിന്റെ ചേട്ടനിയൻ മക്കളാണ്. അതായത് ഹാരിസ് ബീരാന്റെ പിതാവ് UA ബീരാനും VK ഇബ്രാഹിം കുഞ്ഞും ചേട്ടനും അനിയനുമാണ്. മുസ്ലിം ലീഗിന്റെ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതൃപദവിയിലേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ രാജ്യസഭാ അംഗവും ഒപ്പം മന്ത്രിസ്ഥാനത്തേക്കും വരുന്നു എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യവസായ വകുപ്പ്, IT വ്യവസായ വകുപ്പ് കഴിഞ്ഞ മന്ത്രിസഭയിൽ 2021 അവസാന മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് KM ഷാജിയും N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് എന്ന കാര്യം പറയുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യത്തിൽ ചില സംശയമുണ്ട്. PK ബഷീർ ആണെന്നും VE അബ്ദുൽ ഗഫൂർ ആണെന്നും പറയുന്നു. അതിലൊരു കൺഫർമേഷൻ വരാനുണ്ട്. ഇതിൽ